നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക സ്നേഹം മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഴിമതിയും പകൽക്കൊള്ളയും നടത്താനുള്ള ലൈസൻസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനകീയ സംഗമം. തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനനയ്ക്കായി ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും TN പ്രതാപൻ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പാലക്കാട് അഞ്ചുമൂർത്തിമംഗലത്ത് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഞ്ചുമൂർത്തിമംഗലം സ്വദേശി 24 വയസ്സുള്ള മനു. സുഹൃത്ത് വിഷ്ണു അറസ്റ്റിൽ. പ്രതി മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 14 വർഷത്തിന് ശേഷം പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. തോട്ടക്കര സ്വദേശിയായ പ്രതി മുഹമ്മദ് യാസിറിനെ പിടികൂടിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച്. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. അനാസ്ഥയാരോപിച്ച് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPM മാറും. ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. MP-യുടെയും MLA-യുടെയും സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. ആഘോഷം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്. വാർത്തകൾ വിശദമായി. കർഷക പ്രേമം മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊള്ള നടത്താനുള്ള ലൈസൻസാക്കി മാറ്റിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TN പ്രതാപൻ. ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ തുള്ളിനനയ്ക്കായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. സോഷ്യലിസം പാടി നടക്കുന്ന മന്ത്രി കൃഷ്ണൻകുട്ടി കരാർ വ്യവസ്ഥകൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലൂടെ തോട്ടങ്ങളിൽ എത്തുന്നില്ലെന്നത് ക്രമക്കേടിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത്. സുതാര്യമായ പദ്ധതിയാണെങ്കിൽ മന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കാനും രേഖകൾ പുറത്തുവിടാനും തയ്യാറാകുന്നില്ലെന്നും TN പ്രതാപൻ ചോദിച്ചു. അഴിമതിക്ക് വേണ്ടിയാണ് ഇടതു സർക്കാർ ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രിയാണ് നാടിന്റെ ശാപമെന്നും TN പ്രതാപൻ ആക്ഷേപിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും 28-30 കോടി രൂപയുടെ പദ്ധതി, ഈ 5 പദ്ധതികളെ പറ്റി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ച് കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ ഈ പദ്ധതിയുടെ അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഈ സമ്മേളനം ഐകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA K അച്യുതൻ, തനികാചലം അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, ഗോപാലസ്വാമി കൗണ്ടർ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹനൻ, UDF ചെയർമാൻ P രതീഷ്, കോൺഗ്രസ്, കർഷക കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ പാലക്കാട്ട് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തിമംഗലം സ്വദേശി 24 വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത്. മനുവിന്റെ സുഹൃത്തും അഞ്ചുമൂർത്തിമംഗലം സ്വദേശിയുമായ വിഷ്ണുവിനെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ തർക്കം നിലനിന്നിരുന്നു. കേവലം 6000 രൂപയുടെ ഇടപാടാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മനുവിനെ ആക്രമിച്ച സമയത്ത് വിഷ്ണു മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട മനുവിന്റെ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 14 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിൽ. ഒറ്റപ്പാലം തോട്ടക്കര കാഞ്ഞിരപ്പുലാത്തിങ്കൽ പകിരിത്തൊടി വീട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് യാസിറിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2011 വർഷത്തിൽ പട്ടാമ്പി വല്ലപ്പുഴ ഗേറ്റിൽ നടന്ന കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണ് മുഹമ്മദ് യാസിർ. കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനുവേണ്ടി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിദേശത്ത് നിന്ന് നാട്ടിൽ വരവെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തടഞ്ഞുവെച്ചു. തുടർന്ന് പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസ് എയർപോർട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി.
കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്ന പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി പട്ടാമ്പി പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജൻ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ദിനേശ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ ശുദ്ധജല വിതരണം കാര്യക്ഷമമല്ലെന്ന് പരാതി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാരോപിച്ച് CPIM പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റപ്പാലം ജല അതോറിറ്റി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിന് ശേഷം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുകയും അതിനാവശ്യമായ ഫണ്ടുകൾ നൽകുകയും അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ചില ആളുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ സർക്കാരിനെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U. രാജഗോപാൽ, K. രാധാകൃഷ്ണൻ, B. ധരേഷ്, KP. ഹരികൃഷ്ണൻ, അമ്പലപ്പാറ ലോക്കൽ സെക്രട്ടറി CC. രാജൻ എന്നിവർ പ്രസംഗിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനന്തമായി വൈകിപ്പിക്കുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ലെന്ന് ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രമേശ്. ജോയിന്റ് കൌൺസിൽ മലമ്പുഴ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ്. PSCയിലെ ഭീമമായ ശമ്പള വർധനവ് ജനം ചർച്ച ചെയ്യുന്നുണ്ടെന്നും R. രമേശ് ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ വേതന അവകാശം ആവശ്യമായി ഉയരുമ്പോഴാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ പഴിചാരുന്നത്. സർക്കാരിന്റെ ചെലവുകൾ ഓരോ ദിനവും പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയെക്കാളും സുപ്രീം കോടതി ജഡ്ജിമാരെക്കാളും വേതനം പറ്റുന്നവരാക്കി കേരളത്തിലെ PSC അംഗങ്ങളെ മാറ്റിയതും സർക്കാർ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ്. സർക്കാരിന്റെ നല്ല വശങ്ങളുടെ പ്രവർത്തകരും പ്രചാരകരും ജീവനക്കാരാണ്. അത് മറന്നുള്ള പ്രവർത്തന ശൈലി സർക്കാരിന് ദോഷം ചെയ്യുമെന്നും രമേശ് പറഞ്ഞു. തലയ്ക്ക് വെളിവില്ലാത്ത തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഓരോ ദിവസവും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചെറുതല്ലാത്ത ദുരന്തങ്ങളാണ് ലോകം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധമടക്കം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ലോകജനതയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും പണത്തിന്റെയും ഒക്കെ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വല്ലാത്ത ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിലെ ചെയ്തികൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് M. ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ഷിബു ആൽബർട്ട്, M. രമ, മേഖലാ സെക്രട്ടറി VS. ബാബു, ട്രഷറർ T. ജഗദീഷ്, B. പ്രമിത, K. മനോജ്, വിനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വേലയുടെ സുഗമമായ നടത്തിപ്പിനായി അവലോകന യോഗം ചേർന്നു. K. രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലക്കര റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വേല കമ്മിറ്റി ഭാരവാഹികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ആലത്തൂർ MP K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഈ വർഷത്തെ അന്തിമഹാകാളൻകാവ് വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ്
നമ്മൾ നിങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരികയും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം പരിഗണിച്ചു. അതിനൊട്ടേറെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പരമാവധി ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വേല നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ട സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതുപോലെ വിവിധ ദേശ കമ്മിറ്റികളും അവർ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും കഴിയും. അങ്ങനെ നാം ദേശ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ വേല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ വേല നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. അത് തടസ്സമില്ലാതെ നടത്തുന്നതിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ദേശ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ഇടപെടുമെന്ന് MP യോഗത്തിൽ അറിയിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കച്ചവടക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വ്യാപാരം നടത്തുന്നതിന് അവസരം ഒരുക്കണമെന്നും തിക്കും തിരക്കും ഒഴിവാക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഒരു ദേശത്തിന് ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി 200 പോലീസുകാരെ വീതം വിന്യസിക്കും. പാർക്കിംഗ് സൗകര്യം കാര്യക്ഷമമാക്കും. വളണ്ടിയേഴ്സിന് കാർഡ് നൽകുമ്പോൾ കൃത്യത ഉറപ്പുവരുത്തണം. കുടിവെള്ള സൗകര്യം ഒരുക്കുമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ആഘോഷമെന്നും യോഗം അറിയിച്ചു. മൊബൈൽ മെഡിക്കൽ ടീമിനെ ഉത്സവപ്പറമ്പിൽ സജ്ജമാക്കും. വേലവരവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വ്യക്തമായ ക്രമീകരണം ഏർപ്പെടുത്തും. വെടിക്കെട്ട് സുരക്ഷിതമായി നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം MK പത്മജ, തഹസിൽദാർ രമേഷ് മാരാത്ത്, SP CR സന്തോഷ്, CI സതീഷ് കുമാർ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ, CPM ലോക്കൽ സെക്രട്ടറി ഹരിനാരായണൻ, വൈസ് പ്രസിഡന്റ് H ഷലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം മുറിച്ചിട്ട മരങ്ങളിൽ തുടർച്ചയായ തീപിടുത്തം നാട്ടുകാരെ ആശങ്കയിലാക്കി. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ മുറിച്ചിട്ട മരക്കൊമ്പുകളിലാണ് തീ പടർന്നത്. ഇലക്ട്രിക് ലൈനിന് ഭീഷണിയായി നിന്നിരുന്ന ആൽമരക്കൊമ്പുകളാണ് റെയിൽവേ അധികൃതർ മുറിച്ചു മാറ്റിയത്. മുറിച്ചിട്ട മരക്കൊമ്പുകളിൽ ബുധനാഴ്ച രാത്രിയോടെയാണ് ആദ്യം തീ പടർന്നത്. 3 തവണ കത്തിപ്പടർന്ന തീ റെയിൽവേയുടെ ട്രാൻസ്ഫോമറിനും KSEBയുടെ ട്രാൻസ്ഫോമറിനും ഭീഷണിയായി മാറിയതോടെ പലതവണ ഫയർഫോഴ്സും നാട്ടുകാരും തീയണയ്ക്കാനെത്തി. 2 തവണ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീയണച്ചു. ഇതിനിടെ ജീവകാരുണ്യ പ്രവർത്തകൻ കിഷോർ സ്വാമിയും സുഹൃത്തുക്കളും ഈ വഴി വന്നതോടെ തീ പടരുന്നത് കണ്ട് സംയോജിത ഇടപെടൽ നടത്തിയത് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാനുള്ള സാഹചര്യം ഒഴിവായി. കാളികാവ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ മുറിച്ചിട്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ മരക്കഷ്ണങ്ങൾ തീപിടിക്കുകയും 2-3 പ്രാവശ്യമായിട്ട് അത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹകരണത്തോടുകൂടി തീ അണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ മരത്തടികളിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ റെയിൽവേന്റെ ട്രാൻസ്ഫോമറും KSEBയുടെ ട്രാൻസ്ഫോമറും നിലകൊള്ളുന്നത് വലിയൊരു അപകടത്തിന് സാധ്യത ഉളവാക്കുന്നതായിരുന്നു. പക്ഷേ ഈ കാണുന്ന കുട്ടികളുടെയും നമ്മളുടെ എല്ലാവരുടെയും നല്ല കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് തീ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരാതിരിക്കുവാനുള്ള കരുതൽ ഉണ്ടാക്കാൻ സാധിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതോടെ റെയിൽവേയുടെ അധീനതയിലുള്ള മരങ്ങൾ മാറ്റാൻ നടപടിയായി. തീ പടരാതിരിക്കാൻ നിർണായക പങ്കുവഹിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ കിഷോർ ശാന്തിക്കൊപ്പം രാജീവ്, സഞ്ജയ്, ഷൈജു എന്നിവരും റെയിൽവേ ജീവനക്കാരും ഫയർഫോഴ്സിന് സഹായകമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പാലക്കാട് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ PT അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം പാലക്കാട്, താലൂക്ക് വ്യവസായ ഓഫീസ് ഒറ്റപ്പാലം എന്നിവ സംയുക്തമായാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ലീഡ് ബാങ്ക് ഡിസ്ട്രിക്ട് മാനേജർ PT അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ MSME സെക്ടറിനെയാണ് ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അതിലേക്ക് കൂടുതൽ ഫണ്ട് നൽകുന്നതും ആളുകൾക്ക് സഹായമാണ് അത് നൽകുന്നത്. ലാർജ് സെക്ടറിനെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ MSME. അപ്പോൾ ഈ MSMEയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ചെറിയ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്രോ എന്ന് പറയുന്നത്
1 കോടി ഇൻവെസ്റ്റ്മെന്റും അതുപോലെ 5 കോടി കിടങ്ങുള്ള യൂണിറ്റുകൾക്കായിരുന്നു മൈക്രോ പറഞ്ഞത്. ഈ 1 കോടി എന്നുള്ളത് 2.5 കോടിയെ കൂട്ടി ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ കിടങ്ങുകൾ എന്നത് 10 കോടിയേക്ക് കൂട്ടിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം EI മാനേജർ PV അബ്ദുൾ റാജിബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ക്രെഡിറ്റ് മാനേജർ M ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് ADIO K ബൈജു, TA നൌഫൽ, സരിൻ ചന്ദ്രൻ, വിപിൻ ചന്ദ്ര, ജിനൂബ് ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമഗ്ര ശിക്ഷാ കേരളം കുഴൽമന്ദം BRCക്ക് കീഴിൽ അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായാണ് സമഗ്ര ശിക്ഷാ കേരളം കുഴൽമന്ദം BRCയുടെ നേതൃത്വത്തിൽ അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സുപ്രിയ, രേവതി, മുരളി എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസ് നയിച്ചു. കുഴൽമന്ദം BRC പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷി സൗഹൃദ പഠന ബോധന രീതികളെക്കുറിച്ച് മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് സാമഗ്രികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ LP സ്കൂളുകൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പോർട്സ് സാമഗ്രികളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ LP സ്കൂളുകൾക്കും കിറ്റുകൾ നൽകി. അത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ 11 സ്കൂൾ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 11 സ്കൂളുകളിലായി 11 തരം പരിപാടികളാണ് ജ്യോതിസ് പദ്ധതിയിലൂടെ നമ്മൾ നടത്തി വരുന്നത്. അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഔഷധോദ്യാനം. എല്ലാ സ്കൂളുകളിലും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ഔഷധത്തോട്ടങ്ങൾ കണ്ടപ്പോൾ നമ്മൾ അറിയാത്ത കുറേ ഔഷധങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അധ്യാപകർക്കായാലും അതിന്റെ ഗുണങ്ങളും അതിനെ കൊണ്ട് ഉപയോഗങ്ങളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ കായിക രംഗത്തേക്ക് കുട്ടികളെ ഈ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചാൽ കുട്ടികൾ വലിയ ഒരു കായിക താരങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണസമിതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടെ ഓങ്ങല്ലൂർ ഭരണസമിതി ഇങ്ങനെ കാഴ്ചവെക്കുന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, P നാരായണൻ മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് ശോഭന എന്നിവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷക സ്നേഹം മന്ത്രി K കൃഷ്ണൻകുട്ടി അഴിമതിയും പകൽക്കൊള്ളയും നടത്താനുള്ള ലൈസൻസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ. ചിറ്റൂർ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ജനകീയ സംഗമം. തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനനയ്ക്കായി ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പാക്കിയ പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും TN പ്രതാപൻ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പാലക്കാട് അഞ്ചുമൂർത്തിമംഗലത്ത് യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഞ്ചുമൂർത്തിമംഗലം സ്വദേശി 24 വയസ്സുള്ള മനു. സുഹൃത്ത് വിഷ്ണു അറസ്റ്റിൽ. പ്രതി മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 14 വർഷത്തിന് ശേഷം പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. തോട്ടക്കര സ്വദേശിയായ പ്രതി മുഹമ്മദ് യാസിറിനെ പിടികൂടിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച്. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം അവതാളത്തിൽ. അനാസ്ഥയാരോപിച്ച് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് CPM മാർച്ച്. ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ. MP-യുടെയും MLA-യുടെയും സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. ആഘോഷം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.